തലസ്ഥാനത്ത് ആമയിഴഞ്ചാനാണെങ്കിൽ കൊച്ചിയിൽ അത് മുല്ലശ്ശേരി കനാലാണ് അപകടം പതിയിരിക്കുന്ന സ്ഥലം. മാലിന്യം നീക്കം ചെയ്യാൻ പലതവണ കോർപ്പറേഷൻ ആവശ്യപ്പെട്ടിട്ടും റെയിൽവേ തയ്യാറായിട്ടില്ല. റെയിൽവേ പാളത്തിനടിയിലൂടെ പോകുന്ന മുല്ലശ്ശേരി കനാൽ ഇപ്പോൾ മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുന്നു. ഇവിടെ നിന്നുള്ള വിവരങ്ങളുമായി ഉള്ളത് അലി അക്ബറാണ്. ആദ്യം ആ റിപ്പോർട്ട് കണ്ട ശേഷം അലി അക്ബർ ഷാഹിദ്. കൊച്ചി നഗരത്തിലെ മരണക്കെണിയായി മാറിയിരിക്കുകയാണ് മുല്ലശ്ശേരി കനാൽ. നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും പല വഴികളിലൂടെ ഒഴുകിയെത്തുന്നത് ഇവിടേക്കാണ്. ഒരു മഴ നിന്നു പെയ്താൽ ഈ മലിനജലം ഒഴുകിക്കയറുന്നത് സമീപത്തെ വീടുകളിലേക്കും. നഗരത്തിലെ മാലിന്യം മുഴുവൻ കെട്ടിക്കിടക്കുന്നത് റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള പാലത്തിനടിയിൽ. തൊട്ടടുത്ത് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡും സൗത്ത് റെയിൽവേ സ്റ്റേഷനും. ദുർഗന്ധം മൂലം യാത്രക്കാർക്ക് ഇതുവഴി നടക്കാനാവില്ല. ഒഴുക്ക് വലുതായിട്ടുണ്ടായില്ലെങ്കിലും ചിലപ്പോൾ ഈ ട്രാക്കിൻ്റെ ഈ റെയിൽപാളിൻ്റെ അരികത്തോടെ ഒരാൾ കാല് വഴി അതിലേക്ക് വീണ അവിടെ വെച്ച് ഓൺ ദി സ്പോട്ടിൽ തന്നെ അപകടം സംഭവിക്കാം. ഈ കരിയോയിൽ വന്ന് കിടക്കുന്നതാണ്. അതിൽ എത്ര പിള്ളേരാണ് ആ വഴി കൂടി വന്നിട്ട് വഴുതി വീണു പോയേക്കുന്നത്. കനാലിൽ നിന്ന് കോരിയ മാലിന്യം യാത്രക്കാർ നടക്കുന്ന വഴിയിൽ തള്ളിയിട്ട് ഒരു മാസം പിന്നിടുന്നു. കോർപ്പറേഷൻ ഇനിയും തിരിഞ്ഞു നോക്കിയിട്ടില്ല. യാത്രക്കാർ നടക്കുന്ന വഴിയിൽ കരിയോയിലിൽ തെന്നി വീണതും നിരവധി പേർ. മഴ പെയ്താൽ രാസമാലിന്യം ഉൾപ്പെടെ കലർന്ന മലിനജലം ഒഴുകിയെത്തുന്നത് സമീപത്തെ വീടുകളിലേക്ക്. ഈ ഭാഗത്തുള്ള വീടുകളിലേക്ക് ഇത് തന്നെയാണ് കയറുന്നത്. അപ്പുറത്തെ അവിടത്തേക്കായാലും എല്ലാം. കൊച്ചിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടത്തുന്ന മുല്ലശ്ശേരി കനാൽ റോഡ് നവീകരണത്തോടൊപ്പം പൂർത്തിയാകേണ്ടതാണ് റെയിൽവേ കനാലിന്റെ ശുചീകരണവും. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതിയിലൂടെ മുല്ലശ്ശേരി കനാൽ നവീകരണം നടക്കുന്നുണ്ടെങ്കിലും റെയിൽവേയുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയുമില്ല. ഈ ദുരിതക്കാഴ്ചയിൽ നിന്ന് മുല്ലശ്ശേരി കനാലിന് മോചനം വേണം. ഇനിയും ജോയിമാർ ആവർത്തിക്കാതിരിക്കാൻ അധികാരികളുടെ അടിയന്തര ശ്രദ്ധ വിഷയത്തിൽ പതിയേണ്ടതുണ്ട്. മാലിന്യ കൂമ്പാരമായി മാറിയ കേരളത്തിന്റെ മെട്രോ നഗരത്തിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.